നമസ്കാരം. അകമ്പുറത്തിലേക്ക് സ്വാഗതം. ഒരേയൊരു ഇന്ത്യ, ഒരൊറ്റ നികുതി. രാജ്യമൊട്ടാകെ ചരക്കുകൾക്കും സേവനങ്ങൾക്കും ഇനി മുതൽ ഒറ്റ നികുതി ഘടന. എന്താണ് GST? ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും? നികുതി വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ ഷാഹുൽ ഹമീദ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, മാനേജ്മെന്റ് വിദഗ്ധൻ ശ്രീ പ്രവീൺ പരമേശ്വരൻ. സ്വാഗതം എല്ലാവർക്കും. Officially launched the GST. This historic moment is the culmination of 14-year-long journey, a comprehensive goods and service tax based on the value-added tax principle. पिछले कई वर्षों से अलग-अलग महानुभावों के मार्गदर्शन में, नेतृत्व में, अलग-अलग टीमों के द्वारा जो प्रक्रियाएं चली हैं, एक बहुत बड़ी मिसाल के रूप में आज ये अवसर हमारा आया है. സങ്കീർണ നികുതി ഘടനയിൽ നിന്നുകൂടി ഇന്ത്യ സ്വതന്ത്രയായി. 30-ലേറെ വർഷം നീണ്ട ആലോചനകളാണ് ഫലപ്രാപ്തിയിൽ എത്തിയിരിക്കുന്നത്. GST വരുമാനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യമായി പങ്കിടും. കേന്ദ്ര GST, സംസ്ഥാന GST, സംയോജിത GST എന്നിങ്ങനെ 3 തരം നികുതി ശേഖരണ സമ്പ്രദായങ്ങളെ ഇനിയുണ്ടാകൂ. 5, 12, 18, 28% GST നികുതി പരിധി. പൂർണ്ണമായും ഓൺലൈൻ വഴിയാകും ഇടപാടുകൾ. കൊള്ളലാഭം തടയാനും വ്യവസ്ഥകളുണ്ട്. ഓൺലൈൻ ഇടപാടുകൾ നടത്താൻ സർക്കാർ 25 സ്വകാര്യ കമ്പനികളെ ചുമതലപ്പെടുത്തി. 25 ബാങ്കുകളെയും GST പോർട്ടലുമായി സംയോജിപ്പിച്ചു. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം കോൺഗ്രസും തൃണമൂലും ബഹിഷ്കരിച്ചു. DMK, CPM, CPI പാർട്ടികളും വിട്ടുനിന്നു. GST വരുമ്പോൾ 2 ചോദ്യങ്ങളാണ് സാധാരണക്കാരൻ്റെ മനസ്സിൽ വരുന്നത്. ഒന്ന്, ഞങ്ങളിത് എങ്ങനെ ബാധിക്കും? 2, കേരളത്തിൻ്റെ ഗതി എന്താവും? അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇതിൽ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? സംസ്ഥാനത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? GST ഒരു കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അതായത് എവിടെയാണോ ഉപഭോഗം നടക്കുന്നത് അവിടത്തേക്ക് ആ നികുതി ഒഴുകിയെത്തും. കേരളം നമുക്കറിയാം, ഇപ്പോൾ ഇ-കൊമേഴ്സിൽ തന്നെ ഒരു നല്ല രീതിയിൽ വ്യാപാരം നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു സാധനം നമ്മളിപ്പോൾ ഒരു ആമസോണിൽ ഒരു ഷർട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ, ബോംബെയിൽ നിന്നാണ് ആ ഷർട്ട് വരുന്നത്, അവിടെ അവർ CST നമ്മുടെ 5% ഈടാക്കും. ആ നികുതി മഹാരാഷ്ട്ര ഗവൺമെൻറ്റിനുള്ളതാണ്. ഇനി GSTയിൽ ഈ 5% നികുതി കേരളത്തിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ഇതിൻ്റെ പകുതി കേന്ദ്ര ഗവൺമെൻറ്റിനും പകുതി സംസ്ഥാന ഗവൺമെൻറ്റിനും അവകാശപ്പെട്ടതുമായി മാറും. അങ്ങനെ വരുമ്പോൾ ഒരു കൺസംഷൻ സ്റ്റേറ്റായ കേരളത്തിന് GSTയുടെ ഈ ഒരു പ്രിൻസിപ്പിൾ, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് അല്ലെങ്കിൽ കൺസംഷൻ ബേസ്ഡ് ടാക്സ് എന്നുള്ളത് വളരെയധികം ഉപയോഗപ്രദമാവും. മാനുഫാക്ചറിങ് സെക്ടറിൽ അല്ലെങ്കിൽ സെയിൽ മേഖലയിൽ മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ് നിലവിൽ അധികാരമുള്ളത് ഭരണഘടനാപരമായിട്ട്. പക്ഷേ GST വരുമ്പോൾ ഈ 60% എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മേഖലയായ സേവന മേഖലയും കൂടെ ടാക്സ് ചെയ്യാനുള്ള അധികാരം സംസ്ഥാനത്തിൽ ലഭിക്കും. നിലവിൽ കേരളത്തിൽ കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് മാത്രം പിരിച്ച സേവന നികുതി ഏകദേശം 3000 കോടി രൂപ വരും. അതിൻ്റെ കൃത്യമായി പറഞ്ഞാൽ അതിൻ്റെ 50% GSTയിൽ നമുക്ക് അവകാശപ്പെട്ടതാണ്. അത് ഏകദേശം 1500 കോടി വരും. ഇത് കൂടാതെ നമ്മൾ ഇന്ന് കാണുന്ന മൊബൈൽ ഫോൺ റീചാർജ്, IT അങ്ങനെയുള്ള നമ്മുടെ സെക്ടേഴ്സിൻ്റെ പ്രത്യേകതകളുണ്ട്. ഈ സെക്ടേഴ്സിലുള്ള രജിസ്ട്രേഷനുകൾ നിലവിൽ സെൻട്രലൈസ്ഡ് ആണ്. BSNL എല്ലാം ഡൽഹിയിലാണ് ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നത്. ഇനി അവർ കേരളത്തിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. കേരളത്തിൽ നിന്ന് BSNL ID എല്ലാം പിരിക്കുന്നതിൻ്റെ ഒരു പകുതി പങ്ക് നമുക്കും അവകാശപ്പെട്ടതാണ്. ആ മേഖലയിലൂടെയും സർവീസ് ടാക്സിൽ ഈ നിലവിലുള്ളതിനെക്കാട്ടി കൂടുതൽ നമുക്ക് നികുതി പ്രതീക്ഷിക്കും. GST മൊത്തത്തിൽ സംസ്ഥാനത്തിന് ഗുണമാണ്. അത് ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ ഉപമന്ത്രി പറഞ്ഞൊരു വാക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന മന്ത്രി ഐസക് സാർ പറയാറുണ്ട്. അതായത് GST ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഗുണകരമാകുമെങ്കിൽ അത് ആദ്യം കേരളത്തിനായിരിക്കും എന്നുള്ളത്. ശ്രീ രഞ്ജിത്ത്, ഇതിൽ ഈ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരവാണിത്. ആദ്യത്തെ ചോദ്യം സാധാരണക്കാരെ എപ്പോഴും എന്ത് വരുമ്പോഴും ചോദിക്കുന്നത് ഇത് ഞങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. ആ രീതിയിൽ ഈ ഒരു GST നമ്മൾ എങ്ങനെയാണ് സാധാരണക്കാരൻ കാണേണ്ടത്? 160-ൽ പരം രാജ്യങ്ങളിൽ GST ആയിക്കഴിഞ്ഞു. അതിൽ നിന്നുമൊക്കെ ഉള്ള പാഠങ്ങൾ പഠിച്ച് തന്നെയാണ് ഒരു പക്ഷേ ഇന്ത്യ ഈ GST റോൾ ഔട്ട് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ ആൻറ്റി പ്രോഫിറ്റിയറിംഗ് ക്ലോസിൻ്റെ മാനേജ്മെൻറ്റ് എത്രമാത്രം ശക്തമായിരിക്കും അല്ലെങ്കിൽ എത്രമാത്രം ഇഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളതനുസരിച്ചിരിക്കും അതിൻ്റെ ജനങ്ങൾക്ക് കിട്ടുന്ന ബെനഫിറ്റ്. ഇവിടുത്തെ മാനുഫാക്ചറേഴ്സ്, ട്രേഡേഴ്സ് ഇവർക്ക് കിട്ടുന്ന ബെനഫിറ്റ് പാസ് ഓൺ ചെയ്താൽ ഈ പറയുന്ന കസ്റ്റമേഴ്സിന് ഇതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടൊരു അത് പാസ് ഓൺ ചെയ്യും എന്ന് ഉറപ്പുവരുത്താൻ എന്തെങ്കിലും മെക്കാനിസം ഉണ്ടോ? ഉണ്ട്. അതായത് ഇപ്പം ഗവൺമെൻറ്റിന് ഒരു ആൻറ്റി പ്രോഫിറ്റിയറിംഗ് കമ്മീഷൻ, നാഷണൽ ആൻറ്റി പ്രോഫിറ്റിയറിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്മീഷൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പ്രഥമ ദൃഷ്ടിയാൽ നമുക്കിതിനകത്തൊരു കുറ്റമുണ്ട് എന്ന് കണ്ടാൽ അതിനെ ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട്
ഡയറക്ടർ ജനറൽ ഓഫ് സേഫ് ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കും. അദ്ദേഹത്തിന് 3 മാസത്തിനകം ഇതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഇതിനെപ്പറ്റി ഒരു വെർഡിക്റ്റിന് വേണ്ടിയിട്ട് ഈ നാഷണൽ ആൻറ്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റിക്ക് കൈമാറും. ഇങ്ങനെ ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കേരളത്തിനും വ്യക്തികൾ എന്ന നിലയ്ക്ക് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും വലിയ കുഴപ്പമില്ലാത്ത എന്നാൽ ഗുണപരമായ ഒന്നാണ് നടക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനായിരിക്കും പ്രതിപക്ഷ പാർട്ടികൾ ഈ പറയുന്ന ഈ ഒരു നിലവിളിയും കരച്ചിലും ഒക്കെ ഉണ്ടാക്കുന്നത്? ഏറ്റവും വലിയ ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം പരിപൂർണമായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സിസ്റ്റം വൈസ്, മെക്കാനിസം വൈസ്, പ്രൊസീജിയറൽ വൈസ്, ഓൾസോ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് വൈസ് ഇന്ത്യ അതിന് പര്യാപ്തമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ കേന്ദ്ര ധനകാര്യമന്ത്രി പോലും പരിപൂർണമായിട്ടും പര്യാപ്തമായിട്ടുണ്ട് എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഏതൊരു ഡെവലപ്മെൻറ്റും ഏതൊരു ചേഞ്ചും ഈ രീതിയിലേ നടക്കത്തുള്ളൂ. നമ്മളിതിനെ തിരിച്ചറിയേണ്ടത് GST കുറച്ച് വൈകല്യങ്ങളോടുകൂടിയും കുറച്ച് അസുഖങ്ങളോടുകൂടിയും ഒക്കെ പുറത്തോട്ട് വരുന്ന ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനുള്ള ആ അസുഖങ്ങൾ കൊണ്ട് വീട്ടുകാർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പോലെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കായാലും ട്രേഡേഴ്സിനായി കഴിഞ്ഞാലും നാട്ടുകാർക്കായാലും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അതിന് ഇനിഷ്യൽ ഫേസിലുണ്ടാവും. എന്നാൽ ആ ഇനിഷ്യൽ ഫേസിലുള്ള ആ കുട്ടിയെ കറക്റ്റായിട്ട് മരുന്നെല്ലാം കൊടുത്ത് വേണ്ടെടുത്ത് ചികിത്സിച്ച് ഏറ്റവും നല്ല ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി കുഴപ്പങ്ങളൊന്നുമില്ലാതെ വളർത്തി മുന്നോട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, അതിനൊരു ഒപ്പോസിഷൻ റൂളിംഗ് എന്നതിനപ്പുറത്തേക്ക് നമ്മൾ എടുക്കുകയാണ് വേണ്ടത്. ഏറ്റവും താഴെ നിൽക്കുന്ന ഉപഭോക്താവിന് അവരുടെ പ്രോഡക്റ്റിൽ അവർക്ക് GST മൂലം വരേണ്ടുന്ന നീതിപൂർവമായി അവർക്ക് ഉണ്ടാവേണ്ട വിലക്കുറവ് ഉണ്ടാകാതിരിക്കാൻ ബന്ധപ്പെട്ടവരെല്ലാം ശ്രമിക്കും. അതിനെ ചെറുക്കാൻ, പ്രതിരോധിക്കാൻ സംസ്ഥാനത്തിന് എന്തെങ്കിലും ഇടപെടൽ നടത്താനുള്ള സാധ്യതയുണ്ടോ? ഇതിൽ GST മൂലം വരുന്ന വിലക്കുറവ്, നികുതി ഘടനയിൽ നമ്മൾ മിക്കവാറും സാധനങ്ങൾക്ക് വില കുറച്ചാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആ വിലക്കുറവ് അതുപോലെ തന്നെ ഇവരുടെ ബിസിനസ് എക്സ്പെൻസിലെല്ലാം ഇന്നിപ്പോൾ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ക്രെഡിറ്റ് കിട്ടും, നികുതി ഭാരം കുറച്ച് കൊടുക്കും. അതിന് സ്വാഭാവികമായിട്ടും മാനുഫാക്ചറർ മുതൽ ഈ സാധനത്തിൻ്റെ വിലയിൽ കുറവുണ്ടാകും. ഈ കുറവ് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് സാർ നേരത്തെ പറഞ്ഞ ആൻറ്റി പ്രോഫിറ്റിയറിംഗ് പ്രൊവിഷൻ ഉള്ളത്. ഈ പ്രൊവിഷൻ കേരളമാണ് ഏറ്റവും കൂടുതൽ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടതും അത് പ്രകാരമാണ് ആ പ്രൊവിഷൻ വന്നിരിക്കുന്നത്. അവർക്കാണ് അധികാരം. ഇനി അവരതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നാൽ വിലവിവര പട്ടിക നിലവിലുള്ളത് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നടപടിയെടുക്കും എന്ന് ഉദാഹരണത്തിന് പാൽപ്പൊടിക്ക് 8% നികുതി 5% കുറയുന്നു. അപ്പോൾ 35 രൂപ നികുതി ഉണ്ടായിരുന്നത് 20 രൂപയായി കുറയുന്നു. ഈ 15 രൂപയുടെ ഒരു ലാഭം സ്വാഭാവികമായും ആ പ്രോഡക്റ്റിന് വരുന്നു. അപ്പോൾ പാൽപ്പൊടി വാങ്ങുന്ന ഒരാൾക്ക് നേരത്തെ ഉണ്ടായിരുന്നത് 400 രൂപയാണെങ്കിൽ ആ 15 രൂപ കുറവ് MRPയിൽ റിഫ്ലക്റ്റ് ചെയ്യുമോ? റിഫ്ലക്റ്റ് ചെയ്തില്ലെങ്കിൽ അതൊരു കുഴപ്പമാണ്. ആ ഘട്ടത്തിൽ ഈ പറയുന്ന ബന്ധപ്പെട്ടവരൊന്നും ഇടപെട്ടില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കാര്യത്തിൽ? ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനും വേണ്ടി വന്നാൽ പരാതി കൊടുക്കും എന്നാണ്. കാര്യം ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയിലും നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ ആ ഉപഭോക്താവിൻ്റെ സമൂഹം എന്നുള്ള രീതിയിൽ സംസ്ഥാന സർക്കാരിനും അതിൽ ഉത്തരവാദിത്തമുണ്ട്. നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഈ അതോറിറ്റിക്ക് നമ്മൾ തെളിവുകളോടുകൂടി പരാതികൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ അകത്ത് എന്തായാലും നടപടി ഉണ്ടാകും. ഇപ്പോൾ അതോറിറ്റിയുടെ ഭാഗത്ത് നടപടി ഇല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ ഇത് പ്രസിദ്ധപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കും എന്നാണ്. തീർച്ചയായും ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരുടെ പണി കൂടും എന്നാണ് കേട്ടത്. മേജർ ഡ്രോബാക്ക് ആയിട്ട് ഈ കമ്മ്യൂണിറ്റി, ഒരു ട്രേഡേഴ്സ് കമ്മ്യൂണിറ്റി പറയുന്നത്, അത് വളരെ ചെറിയ കമ്മ്യൂണിറ്റിയിൽ പറയുന്നത്, ഇതിൻ്റെ 36 റിട്ടേൺ അല്ലെങ്കിൽ 37 റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരു ഇതുണ്ടാവും. യഥാർത്ഥത്തിൽ GSTയിൽ നിലവിലുള്ള VAT സിസ്റ്റത്തിലുള്ള പോലെ 3 ഡോക്യുമെൻ്റ് ഉണ്ട്, പക്ഷേ ഒരു റിട്ടേണേ ഉള്ളൂ. ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നിലവിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ സെയിൽസ് ലിസ്റ്റ്, പർച്ചേസ് ലിസ്റ്റ്, റിട്ടേൺ എന്നിവയാണ്. ഇത് ഒരുമിച്ച് ഫയൽ ചെയ്യും. GSTയുടെ പ്രത്യേകത ഇത് 3 ടൈം ലൈനിൽ ഫയൽ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു റിട്ടേൺ മാത്രമേ GSTയിലുള്ളൂ. അക്കൗണ്ടൻസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് കൂടുതലായിട്ട് വന്നേക്കാം. ലോകത്തിൽ ആദ്യമായി ഒരു സീംലെസ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇന്ത്യ ഇന്ന് പരീക്ഷിക്കാനായിട്ട് തുടങ്ങുന്നത്. ഏതാണ്ട് 2 ബില്യൺ ഇൻവോയ്സസ് ആണ് ഒരു ദിവസം പ്രോസസ്സ് ചെയ്യേണ്ടത് ഓൾ ഓവർ ഇന്ത്യ. അപ്പോൾ ഇത് ഓൺലൈനിൽ ചെയ്യാനുള്ള ഒരു ഡെഫിനറ്റായിട്ടും ഒരു സാങ്കേതിക ജ്ഞാനം ഈ പറയുന്ന ബിസിനസ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ അതിനൊരു സർവീസ് വേറൊരാളുടെ കുറയുമോ? ഡെഫിനറ്റായിട്ടും. ഇപ്പോൾ ഈ GSTനകത്ത് പോകുമ്പോൾ ഇതിനകത്ത് ഒരു ട്രാവൽ ചെയ്യുന്ന ഗുഡ്സ്, ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന ഗുഡ്സിൻ്റെ ഒരു ഫുൾ ട്രാക്ക് ചെയ്യണം. അപ്പോൾ ഇത് എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്താൽ ഇവർക്ക് ഈ GSTN നെറ്റ്വർക്കിൽ നിന്ന് തന്നെ അറിയാനൊക്കും ഈ ഇത്രയും സാധനങ്ങൾ എവിടെയോ ലീക്കേജ് ഉണ്ടായി, ഇമ്മീഡിയറ്റ്ലി അലർട്ട് വരും.
ഈ 3 റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ കയറി പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇതെല്ലാം മിക്കവാറും എല്ലാം സെൽഫ് പോപ്പുലേറ്റഡ് ആണ്. ഇത് പഠിച്ചിരിക്കണം ട്രേഡിംഗ് കമ്മ്യൂണിറ്റി. അതിന് വേണ്ട ഇമ്മീഡിയറ്റ് നടപടികൾ എടുക്കണം. അതിനുള്ള ഒരു സ്കില്ല് അവർ എക്വയർ ചെയ്യണം. അതിനുള്ള കോസ്റ്റ് അവർ ബെയർ ചെയ്യണം. അഡ്മിനിസ്ട്രേറ്ററുടെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്കിത് കാര്യങ്ങൾ കൂടുതൽ ഈസിയാവും. പക്ഷേ ഇതിനിപ്പുറത്ത് നിൽക്കുന്ന ട്രേഡേഴ്സിൻ്റെയോ ഉപഭോക്താവിൻ്റെയോ ഭാഗത്ത് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ, ടസിൽസും ഇനിഷ്യൽ ഹസിൽസ് ഒക്കെ നമുക്കുണ്ടായേക്കാം. ടാക്സ് ഇവേഷനുള്ള പോസിബിലിറ്റി വുഡ് ബി വെരി ലെസ്. ഈ പറയുന്ന ട്രേഡർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് വ്യത്യസ്തരല്ല. അവരും നമ്മുടെ ഈ സമൂഹത്തിൽ വളരെ വേണ്ട പാർട്ടാണ്. ഈ പറയുന്ന ടാക്സ് പ്രിപ്പയറർ എന്നോ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നോ പറയുന്ന കമ്മ്യൂണിറ്റിയും ഇതിന് വളരെ വേണ്ട ആളുകളാണ്. അതിന് സാങ്കേതിക സഹായം ചെയ്യുന്ന ആളുകളാണ്. അതിന് കോസ്റ്റ് ഉണ്ട്. അതിന് ഒരു കാണുന്ന രീതിയിൽ ഒരു വ്യത്യാസം വരുത്തരുത്. സാർ സൂചിപ്പിച്ച കണക്ക് ഈ IT അധിഷ്ഠിതമാണ്. അപ്പോഴും പല ബുദ്ധിമുട്ടുകൾ വരും. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള വാറ്റ് സിസ്റ്റം അനുസരിച്ച് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് സോഫ്റ്റ്വെയറിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ 99% സിമിലർ ടു GST ആണ്. അതുകൊണ്ട് കേരളത്തിലെ ഡീലേഴ്സിനെ സംബന്ധിച്ച് GSTയിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുക അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുക വളരെ സിമ്പിളാണ്. അവർ എക്സ്പീരിയൻസ് ഓൺലൈൻ ഫയലിംഗ് ഇൻവോയ്സ് വൈസ് ചെയ്യുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ അത് ഒരു എക്സ്പീരിയൻസിന് ബുദ്ധിമുട്ടില്ല. പിന്നെ ചെറിയ വ്യാപാരികളെ സംബന്ധിച്ച് മാസം തോറും റിട്ടേൺ ഫയൽ ചെയ്യാനും ഈ പറഞ്ഞ കണക്ക് ഇൻവോയ്സ് വൈസ് കമ്പ്യൂട്ടറിൽ ഡേറ്റ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. 75 ലക്ഷത്തിൽ താഴെയാണ് അവരുടെ വാർഷിക വിറ്റുവരവെങ്കിൽ അവർക്ക് കോമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക സ്കീമുണ്ട്.